നിങ്ങളുടെ കസ്റ്റമേഴ്സ് എന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അവർ വളരെ ലോയലാണെന്ന് വിചാരിച്ചോ. അവർ നമ്മുടെ ലൈഫ് ടൈം നമ്മോടൊപ്പം കൂടെ യാത്ര ചെയ്യാണെന്ന് വിചാരിച്ചോ. എങ്ങനെ ഉണ്ടാവും അവസ്ഥ അല്ലേ? ആപ്പിൾ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പുതിയ ഫോൺ റിലീസായി എന്ന് വിചാരിച്ചോ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരുമിച്ചായിരിക്കും റിലീസ് ആവുന്നുണ്ടാവുക. എന്താ സംഭവിക്കുക? ചില സമയത്ത് മഞ്ഞ് വീണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും. ആ സമയത്ത് ആളുകൾ അത് ക്യൂ നിന്ന് വാങ്ങിക്കുന്നുണ്ടാവും. ചില സ്ഥലത്ത് നല്ല മഴയായിരിക്കും. അവിടെ കുട പിടിച്ചു നിന്നിട്ട് ആൾക്കാർ ഇതിന് ക്യൂ നിൽക്കുന്നുണ്ടാവും ഇല്ലേ. അപ്പൊ മഞ്ഞും മഴയും വെയിലും ഒന്നും പ്രശ്നമില്ലാതെ ഈ ഒരു ഫോൺ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ അത്രയധികം ഭ്രാന്താ. എന്നിട്ട് നമ്മുടെ ഇവിടെ കേരളത്തിൽ നിന്ന് പലപ്പോഴും ചിലപ്പോൾ ഇന്ത്യയിൽ റിലീസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ദുബായിൽ പോയിട്ട് അവിടെ പോയിട്ട് ഫോൺ ആ ദിവസം തന്നെ ആദ്യത്തെ ദിവസം തന്നെ പർച്ചേസ് ചെയ്ത് വരുന്ന ആൾക്കാരില്ലേ. എല്ലാവരും ഇത് വാങ്ങിക്കുക മാത്രമല്ല, വാങ്ങിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന്റെ ഒരു സെൽഫി എടുത്ത് അല്ലെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അപ്പം തന്നെ സ്റ്റാറ്റസ് ഇടും. സോഷ്യൽ മീഡിയയിൽ മുഴുവൻ അവർ അത് വിളിച്ചു പറയുകയും ചെയ്യും. യെസ്, കാരണം അത്രയധികം പ്രൗഡായിട്ടുള്ളൊരു മൊമെന്റ് ആണ് അവർക്ക്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ അവർ അങ്ങനെ മാറി? അവർക്ക് ഒരു 3 ടെക്നിക്കുകൾ ഞാൻ പറയാം. തീർച്ചയായിട്ടും നമുക്കും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 ടെക്നിക്കുകളാണ്. ഒന്നാമത് ക്രിയേറ്റ് പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ്. കസ്റ്റമർക്ക് എപ്പോഴും ഒരു പേഴ്സണലൈസ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ഇവിടെ ഐഫോൺ ഒരാളുടെ കയ്യിൽ കിട്ടുമ്പോൾ അയാൾക്ക് വളരെ സന്തോഷമാണ്, അയാൾക്ക് ഭയങ്കര പ്രൗഡായിട്ടുള്ള മൊമെന്റ് ആണ്. അവളെപ്പോഴും ഈ ഫോൺ എപ്പോഴും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കില്ലേ. എന്തിന് നമ്മളൊരു ടേബിളിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എപ്പോഴും ടേബിളിന്റെ മുകളിൽ ആൾ അവിടെ വെച്ചിട്ടുണ്ടാവും. ടേബിളിൽ ചുറ്റിരുന്ന് മീറ്റിംഗ് നടത്തുന്ന സമയത്ത് മറ്റുള്ള ഫോണൊക്കെ ആൾക്കാർ പോക്കറ്റിലാണ് വെക്കുന്നെങ്കിൽ ഐഫോൺ എപ്പോഴും ടേബിളിന്റെ മുകളിൽ ഉണ്ടാവും എന്ന് പറയും. കാരണം ആളുകൾ കയ്യിൽ ഇത് ഉപയോഗിക്കുന്നു, ഇത് കാണിക്കുന്നു പറഞ്ഞാൽ ശരിക്കും അവിടെ തന്നെ ഒരു പ്രസ്റ്റീജിന്റെ പാർട്ടായിട്ടാണ് അവർ ഈ പറയുന്ന ആപ്പിളിനെ കാണുന്നത്. രണ്ടാമത്തെ കാര്യം കൺസിസ്റ്റന്റ് വാല്യൂ അഡീഷൻ ആണ്. അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് പുതിയത് വരുമ്പോഴും എന്താ സംഭവിക്കുക? പുതിയ 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 ഇന്നോവേഷൻസ് അതിനകത്ത് കൊണ്ടുണ്ടാവും, പുതിയ പുതിയ ടെക്നോളജീസ് കൊണ്ടുണ്ടാവും, പുതിയ പുതിയ ഡിസൈൻസ് കൊണ്ടുണ്ടാവും. സെക്യൂരിറ്റി കാര്യത്തിൽ നമ്പർ 1 ആയിരിക്കും ആപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ആളുകൾ മുഴുവൻ അതിനകത്തേക്ക് ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മൂന്നാമത് ബിൽഡ് എ കമ്മ്യൂണിറ്റി. ആപ്പിൾ എപ്പോഴും ആപ്പിളിൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഫോം ചെയ്തിട്ടുണ്ട് ഇല്ലേ. ഇന്ന് ആപ്പിളിന്റെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ 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 ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു കൂട്ടുണ്ട്. അവർ അതേ ഉപയോഗിക്കത്തുള്ളൂ. ബാക്കി ഇവിടെ സാംസങ് വന്നു, അല്ലെങ്കിൽ വിവോ വന്നു, വേറെ പല പല ടെക്നോളജിയുള്ള പല ഫോണിൽ വന്നു. അതിനകത്തൊക്കെ എത്ര അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് പറഞ്ഞാലും ശരി, ആപ്പിൾ ഉപയോഗിക്കുന്നതിന് ആപ്പിളേ ഉപയോഗിക്കത്തുള്ളൂ. ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിറ്റി അവർക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ രീതിയിൽ നമ്മളും പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കും ഒരു ബ്രാൻഡായിട്ട് മാറാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പല ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന അവസ്ഥയിലാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് അവരുടെ മുമ്പിലുണ്ട്. അവർക്ക് ഇതിന്റെ സപ്പോർട്ട് കൃത്യമായിട്ട് എവിടെ നിന്നാണ് കിട്ടുക എന്നറിയില്ല. വേറെ കുറച്ച് പേര് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 5-10 വർഷമൊക്കെ ആയി, പക്ഷെ ഇതുവരെ ഇതൊന്നും സ്കെയിലബിൾ ആക്കി മാറ്റാൻ പറ്റിയിട്ടില്ല, വളർത്താൻ പറ്റിയിട്ടില്ല. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. താഴത്തെ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും